ഹായ് നമസ്കാരം. ടി വി എസ് അപ്പാച്ചെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സീരീസാണ് അപ്പാച്ചെ RTR 310 എന്ന് വെച്ചാൽ RR 310ൻ്റെ നേക്കഡ് വെർഷൻ. RR 310 അത്യാവശ്യം നല്ല സക്സസ് ആയിരുന്നു. എഞ്ചിൻ്റെ കാര്യത്തിലും പെർഫോമൻസ് കാര്യത്തിലും വളരെ സക്സസ് തന്നെയായിരുന്നു. അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്ത് അതിൻ്റെ ഒരു നേക്കഡ്, സാധാരണ മിക്കവാറും എല്ലാ ബ്രാൻഡിലും നമ്മൾ ഒരു നേക്കഡ് വെർഷൻ, ആ ഒരു ഫ്രെയിംഡ് വെർഷനും നേക്കഡ് വെർഷൻ എന്തായാലും കാണാറുണ്ട്. അപ്പോൾ നേക്കഡ് വെർഷൻ എത്തിയിരിക്കുകയാണ് മാർക്കറ്റിലേക്ക്. അപ്പോൾ എത്തിയിട്ട് കുറച്ച് നാളായി. ഒരു ഇമ്മീഡിയറ്റ്ലി നല്ലൊരു ബൂസ്റ്റും കാര്യങ്ങളൊക്കെ വെഹിക്കിളിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. വണ്ടി ഓടിക്കുമ്പോൾ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഒരു ഇനിഷ്യൽ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം അഗ്രസീവാണ് വണ്ടി. ഒരു 5 മോഡ്സ് ഉണ്ട്. വലിയൊരു സ്പെഷ്യൽ മോഡെന്ന് പറയുന്നത് സൂപ്പർ മോട്ടോയിലേക്ക് വരുമ്പോഴത്തേക്ക് 35.6 BHP ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. അത്രത്തോളം സ്പെഷ്യലാണ് വണ്ടി എന്ന് പറയാം. ഇപ്പോൾ ഒരു ഓവറാൾ ലെങ്ത്, ഇപ്പം ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ലെങ്ത് വളരെ ചെറുതാണെന്ന്, പക്ഷേ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. 1991 ലെങ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സഫീഷ്യൻറ്റ് ലെങ്ത് ഉണ്ട്. അതുപോലെ സീറ്റ് ഹൈറ്റ്, സാഡിൽ ഹൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ പ്രശ്നമില്ല. 800 അകത്തുള്ള സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റിംഗ് പൊസിഷൻ ഇപ്പോൾ റൈഡറിനായാലും പില്ലിയൻ റൈഡറിനായാലും വലിയ പ്രശ്നമില്ലാത്ത സിറ്റിംഗ് പൊസിഷനും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി ഏകദേശം 180 mm വരുന്ന നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും യാതൊരു പ്രശ്നമില്ല. പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ് ആണ് 169 കിലോകളാണ് വെയിറ്റ് വരുന്നത്. അപ്പം ഓവറാൾ അങ്ങനെയുള്ള ഒരു ഡയമെൻഷൻ വൈസിനകത്തുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നമില്ല. പിന്നെ വീൽ ബേസും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പെർഫോമൻസ് ബൈക്കാണ്. അപ്പോൾ വീൽ ബേസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. 1358 വീൽ ബേസ് വരുന്നത്. അപ്പം ഓവറാൾ സാറ്റിസ്ഫാക്ടറി ഫിഗേഴ്സ് ഒക്കെയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ടെക്നിക്കലി വളരെ ഇമ്പ്രൂവ്ഡാണ്. ടെക്നിക്കലിയും അതുപോലെ ഹാൻഡ്ലിംഗ് വൈസും പെർഫോമൻസ് വൈസും എല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരു ബൈക്ക് തന്നെയാണ് ഈ നമ്മുടെ കൂടെയുള്ള ഈ ഒരു RTR 310 എന്ന് പറയുന്നത്. പിന്നെ ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് പറഞ്ഞു പോകാം. ഇപ്പോൾ ഇനി നമ്മുടെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എൻജിൻ നമുക്കറിയാം നേരത്തെ ഉള്ളൊരു RRലുള്ള എൻജിൻ തന്നെയാണ്. അത് ചെറിയൊരു വേരിയേഷൻസും കാര്യങ്ങളും ട്യൂണിങ്ങിലും ചെറിയൊരു വേരിയേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മോഡിൽ അഡീഷണൽ ഒരു മോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 312 cc 312.12 cc എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 35.6 BHP. അത് നമുക്ക് കിട്ടുന്നത് സൂപ്പർ മോട്ടോ എന്ന് പറഞ്ഞ മോഡിലാണ് അത്രയും ഒരു പവർ കിട്ടുന്നത്. ടോർക്ക് 28.7. ഇതാണ് ഒരു എഞ്ചിൻ്റെ ബേസിക് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്. ഇനിയും മോഡ് സ്വിച്ച് ചെയ്യുന്ന ബട്ടൺ കാണിച്ചു തന്നേ കണ്ടല്ലോ. ഇവിടെ പോയിട്ടാണ് നമ്മൾ ഓരോ മോഡിലേക്ക് പോണത്. ഇപ്പോൾ റൈഡ് മോഡുണ്ട്. റൈഡ് മോഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല മോഡുണ്ട്. അർബൻ മോഡുണ്ട്, റെയിൻ മോഡുണ്ട്, സ്പോർട്ട്, ട്രാക്ക്, സൂപ്പർ മോട്ടോ. ഇതിലാണ് ഈ പറഞ്ഞൊരു പവർ കിട്ടുക. ഓരോ മോഡിൽ വരുമ്പോഴത്തേക്ക് ചെറിയ വേരിയേഷൻസ് പവറിൽ വരും. അങ്ങനൊരു ചെറിയ കാര്യമുണ്ട്. ഇനി നമ്മളുടെ തണ്ടഞ്ഞോട്ട് വരുമ്പോൾ ഗിയർ നോക്കുമ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഗിയറിൻ്റെ പൊസിഷൻ കണ്ടല്ലോ, നമുക്ക് വളരെ ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഗിയർ ലിവർ കൊടുത്തേക്കുന്നത്. ഒരു സിംഗിൾ ലിവറാണ്. നമുക്ക് അപ്പും ഡൗണും എല്ലാം ഗിയർ ലിവർ തന്നെ വളരെ ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം സ്ലിപ്പർ ക്ലച്ചാണ്. പെർഫോമൻസ് ബൈക്ക് ആകുമ്പം വീൽ ലോക്കിങ്ങോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കളർ നോക്കുകയാണെങ്കിൽ 3 കളറിലാണ് വരുന്നത്. ബ്ലാക്ക്, പിന്നെ ബ്ലൂ, യെല്ലോ. ഈ കളർ അങ്ങനെ 3 കളറിൽ വണ്ടി വരുന്നുണ്ട്. ചെറിയ പ്രൈസ് ഡിഫറൻസ് അക്കാര്യത്തിലുണ്ട്. പിന്നെ വണ്ടിയിൽ കിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. കിറ്റിൻ്റെ ഡിഫറൻസിലും കിറ്റ് ഇല്ലാത്തതും അങ്ങനെ 2 കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ വണ്ടിയെ നമുക്ക് തരംതിരിക്കാം. കിറ്റ് വരുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ നമുക്ക് ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ കോർണറിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ അവർക്ക് ഡീറ്റെയിൽഡ് പറയുന്ന വഴിയെ പറയാം. അങ്ങനെ ഒരു 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രെയിമിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു നേക്കഡ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ആ ഫ്രെയിമിൻ്റെ ഡിസൈൻ സ്ട്രക്ചറുകൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ഒരു അലുമിനിയം ഫ്രെയിമാണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ തന്നെ ആ ഒരു ഡിസൈൻ വൈസ് വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വരാം. ഇനി ടാങ്കിലേക്ക് വരുമ്പോൾ പോലും ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമാണ്. ഒരു ഗ്രേ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. അതിനകത്ത് അപ്പാച്ചി നിൽക്കുന്നത് ആ ഒരു ഗ്രേ കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ TVSൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 11 ലിറ്ററാണ് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. സീറ്റിലേക്ക് വരുമ്പോൾ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് പ്രോ കിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ കിട്ടുന്നത്. കൂളിംഗ് ഫംഗ്ഷൻ സീറ്റിന് വരുന്നുണ്ട് എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. സെഗ്മെൻറ്റിലെ ഫസ്റ്റ് കാര്യമാണ്. വേറെ ഒരു വണ്ടിക്ക് നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് വന്നിട്ടില്ല. പിന്നെ അതുപോലെ ക്രൂയിസ് കൺട്രോളുണ്ട്. അതും സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ്. പിന്നെ നമ്മുടെ ടെയിൽ ലാമ്പ് ഉണ്ടല്ലോ, വളരെ അഗ്രസീവായിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് എന്ന് പറയാം. നമുക്കൊരു ഒരു പെട്ടെന്ന് തന്നെ എമർജൻസി ബ്രേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ബാക്കിലത്തെ വീലിലേക്ക് വരുമ്പോൾ ഇതിനകത്തുള്ള ടയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഷ്ലിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അപ്പോൾ അതൊരു ഒരു അഗ്രസീവ് ബൈക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. ടയർ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 150/60 R17 ആണ് ടയർ ഡയമെൻഷൻ വരുന്നത്. അതുപോലെ
ഈ വീലിൻ്റെ സ്പോക്ക് നോക്കുകയാണെങ്കിൽ 8ഓളം സ്പോക്കുകൾ നമുക്ക് ഈ ഒരു അലോയ് വീലിൻ്റെ ഭാഗത്തായിട്ടാണ്. അതുപോലെ കളർ കോമ്പിനേഷൻ നോക്കിയാൽ ബാക്കിൽ യെല്ലോയും ഫ്രണ്ടിൽ ബ്ലാക്കുമാണ് വീലിൻ്റെ കളർ വരുന്നത്. അലോയ് വീലിൻ്റെ കളർ ഉണ്ടല്ലോ, അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ബാക്കിൽ നമ്മുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഡയമെൻഷൻ നോക്കിയാൽ 240 mm ആണ് ഡിസ്ക് ബ്രേക്കിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നമുക്ക് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതുപോലെ ഡൈനാമിക് പ്രോ കിറ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കോർണറിങ് ABS വരുന്നുണ്ട്, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ കോർണറിങ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, റിയർ വീലിംഗ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഡൈനാമിക് പ്രോ കിറ്റിൻ്റെ ഭാഗമായിട്ട് കുറേയധികം കൺട്രോൾ വണ്ടിയെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആക്കുന്ന കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ നോർമലി നമുക്ക് ട്രാക്ഷൻ കൺട്രോളും ഡ്യുവൽ ചാനൽ ABS, ക്രൂയിസ് കൺട്രോൾ, അങ്ങനെയുള്ള വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നോർമലി അവൈലബിൾ ആണ് നോർമൽ വാഹനത്തിൻ്റെ കൂടെ. കിറ്റ് ചെയ്ത വാഹനത്തിൻ്റെ വെച്ചാൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് എടുക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിനൊരു 30 days അടുത്തുള്ള ഒരു വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള വണ്ടികൾ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ബാക്കിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ കാണുന്ന സസ്പെൻഷനാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ, വളരെ ഒരു കംഫർട്ട് തരുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എക്സോസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ RRൽ വന്ന ആ ഒരു ടൈപ്പ് എക്സോസ്റ്റ് തന്നെ, വലിയ ഡിഫറൻസ് പറയാനില്ല. വണ്ടി ഒന്ന് ഓണാക്കി കാണിക്കാം. വളരെ അഗ്രസീവായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ത്രോട്ടിലൊരു പ്രത്യേകതയുണ്ട്. ത്രോട്ടിൽ സാധാരണ നമ്മൾ നോർമലി ഒരു കേബിൾ വഴിയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇത് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ത്രോട്ടിൽ ബൈ വയർ എന്നാണ്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ത്രോട്ടിലാണ് കൊടുത്തേക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റൈഡ് ത്രൂ ടെക്നോളജിയുടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ക്ലച്ച് റിലീസായാൽ തന്നെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുള്ളൂ. അതാണ് RTT ടെക്നോളജി എന്ന് പറയുന്നത്. അതെല്ലാം ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കൂളിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വളരെ പെർഫെക്റ്റ്ലി കൂളിംഗ് സിസ്റ്റം ഈ എഞ്ചിൻ്റെ അകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പെർഫോമൻസ് ബൈക്ക് ആകുമ്പം അത്തരത്തിലുള്ള മാക്സിമം പെർഫോമൻസ് ഔട്ട്പുട്ട് എപ്പോഴും കിട്ടാനായിട്ട് വെഹിക്കിളിൻ്റെ എഞ്ചിൻ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൂളൻറ്റിൻ്റെ ഒരു പെർഫെക്റ്റ് സിസ്റ്റം തന്നെയാണ് ഈ എഞ്ചിനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഹാൻഡിലേക്ക് വരുവാണെങ്കിൽ ഷോർട്ട് ഹാൻഡിലാണ്, നമുക്കൊരു കംഫർട്ട് റൈഡിങ് പൊസിഷൻ തരുന്ന ഒരു ഹാൻഡിലാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ അതൊരു സ്റ്റീൽ ഹാൻഡിലാണ്. അതുപോലെ ഇതിനകത്ത് കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. 5 inch ഈ ഒരു ക്ലസ്റ്റർ വരുന്നത്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ TVSൻ്റെ എക്സ്ട്രാ കണക്ടിവിറ്റി ഫീച്ചറുണ്ട്. അതുവഴി നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ ട്രിപ്പ് ഡീറ്റെയിൽസ് അറിയാം, വെഹിക്കിൾ ഇൻഫർമേഷൻസ് അറിയാം. വെഹിക്കിൾ ഇൻഫർമേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സർവീസ് പീരീഡ്, റോഡിലെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, മൈലേജ്, സ്പീഡ്, ഓരോ ലാബ്സിലുള്ള പെർഫോമൻസ്. പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റുകൾ ഇതിനകത്ത് ബേസിക് ഡോക്യുമെൻറ്റ് ഈ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് സേവ് ചെയ്തിടാൻ സാധിക്കും. അപ്പോൾ ഇത് വഴി ആക്സസ് ചെയ്യാം. പിന്നെ ബേസിക് ആയിട്ടുള്ള എഞ്ചിൻ ടെമ്പറേച്ചർ, റേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അതുപോലെ ഫോൺ ആൻസർ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ GoPro കണക്ടിവിറ്റി വരെ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയാം, ഒരു TFT ക്ലസ്റ്റർ തന്നെയാണ് നമുക്ക് ഇതിലൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മിറർ നോക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ബൈക്കിൻ്റെ ഡിസൈനോട് മാച്ച് ചെയ്യുന്ന ഒരു മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഹോണിൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഹസാർഡ് ഇല്ലല്ലേ, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ക്ലസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോളാണ്. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൂയിസ് കൺട്രോളാണ്. ഹസാർഡിൻ്റെ സ്വിച്ച് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഈ ഒരു ഭാഗത്ത് ഹസാർഡിൻ്റെ സ്വിച്ച് കാണാം, പാസ് ലൈറ്റ് കാണാം. പിന്നെ ഈ ലിവേഴ്സ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി, ലിവേഴ്സിൻ്റെ നമ്മുടെ ഒരു ഹാൻഡ് പൊസിഷൻ അനുസരിച്ച് ലിവേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ അഗ്രസീവ് ഫീലാണ് വണ്ടി തരുന്നതെന്ന് പറയാം. ഈ ഒരു ഹെഡ് ലാമ്പ് ഉണ്ടല്ലോ, സൈബോ ഹെഡ് ലാമ്പ്സ് ആണ്. ഒരു അനിമേ ക്യാരക്ടേഴ്സിനൊക്കെ ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഹെഡ് ലാമ്പ്. അതിനകത്ത് തന്നെ DRLസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഈ ഹെഡ് ലാമ്പിന് ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ്. എന്ന് വെച്ചാൽ വണ്ടിയുടെ സ്പീഡും അതുപോലെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൻ്റെ ലൈറ്റിൻ്റെ ത്രോയും ബ്രൈറ്റ്നസ്സും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. ഒരു പ്രീമിയം ലെവൽ ഹെഡ് ലാമ്പ് തന്നെയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് ഒരു USD ഫോക്സ് ആണ് ഫ്രണ്ടിലേക്ക് വന്നത്. 41 mm ഡയമീറ്റർ ഈ ഒരു ഫോക്സ് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലെ മഡ് ഗാർഡ് കണ്ടല്ലോ, വളരെ സ്പോർട്ടി ആയിട്ടുള്ള മഡ് ഗാർഡ്, ബോഡി കളർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് മിഷ്ലിൻ്റെ ടയേഴ്സ് തന്നെയാണ്. വീൽ ഡയമെൻഷൻ വരുമ്പോൾ 110/70 R17 ആണ്. 8 സ്പോക്കാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് ആണ്. ബാക്കിൽ യെല്ലോയും ഫ്രണ്ടിൽ ഇതിനകത്ത് ഒരു യെല്ലോ സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡിസ്പ്ലേക്കിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ 300 mm ആണ് ഈ ഒരു ഡിസ്പ്ലേക്കിൻ്റെ വലിപ്പം വരുന്നത്. ഇത്രയൊക്കെയാണ് ഫ്രണ്ടിലെ കാര്യങ്ങൾ എടുത്ത് പറയാനുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ പ്രൈസ്. നോർമൽ പ്രൈസ് വരുന്നത് 2,61,000 രൂപയാണ് എക്സ് ഷോറൂം വരുന്നത്. ഇനി ഡൈനാമിക് പ്രോ കിറ്റുള്ളതിന് വരുമ്പോഴത്തേക്ക് 2,89,000 രൂപ. വലിയ
പ്രശ്നമുള്ള പ്രൈസിങ് അല്ല, ഇത് എക്സ്ഷോറൂം പ്രൈസാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ, എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരു 35 to 40 ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഒരു ഇനിഷ്യൽ പേയ്മെൻറ്റ് അടച്ചിട്ട് വണ്ടി എടുക്കാൻ സാധിക്കും. ഒരു 5 ഇയർ വരെ കിട്ടും. 4 ഇയേഴ്സ് കിട്ടുന്നുണ്ട്, 5 ഇയേഴ്സ് കിട്ടുന്നുണ്ട്. അതിൻ്റെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ വരും. ഈ ഇനിഷ്യൽ പേയ്മെൻറ്റ് പറഞ്ഞതും വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡൈനാമിക് പ്രോ കിറ്റ് എടുക്കുമ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അതൊരു കസ്റ്റം ബൈക്ക് പോലെയാണ് അത് വരുന്നത്. കാരണം ഒരു അത്യാവശ്യം ഒരു പേയ്മെൻറ്റ് അടച്ചിട്ട് മാത്രമേ വണ്ടി ഒന്ന് ഒരു കൺഫേം ബുക്കിംഗ് എടുത്തിട്ട് മാത്രമേ വണ്ടി ഡെലിവറി ചെയ്യും, വണ്ടി വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ഫാക്ടറിയിൽ നിന്ന് ഇങ്ങോട്ട് വരത്തുള്ളൂ, ഷോറൂമിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഒരു എന്താണ് റൈഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം.